ഹലോ, തമിഴിൽ കണ്ടത് ഇന്ന് കേരളത്തിലെ പ്രശസ്തരായ പല യൂട്യൂബേഴ്സാണ്. ഇവരെ എല്ലാം നിങ്ങൾക്കറിയാം. ഇവരൊക്കെ മാസം തോറും ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബിൽ നിന്നും റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അഡ്വർടൈസ്മെന്റ്, സ്പോൺസർഷിപ്പ് തുടങ്ങിയ അനവധി റവന്യൂസ് ഇവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കും അപ്ലിക്കബിൾ ആയിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മളാണെങ്കിലോ ഒരുപാട് പഠിച്ച് ബുദ്ധിമുട്ടി അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ജോബ് കരസ്ഥമാക്കിയിട്ടോ അത്രയും റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതെന്ന് പറയുന്നത് ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അവിടെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ നമ്മൾ ഒരു സി എക്കാരനാവട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവട്ടെ, അല്ലെങ്കിൽ ഈവൻ ദോ ഒരു കടയില് ഷോപ്പ് മാൻ ആയിക്കോട്ടെ, ആരാവട്ടെ, അവർക്ക് എന്താ പറയാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിലുള്ള എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ്, അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എൻട്രി ചെയ്യാനുള്ള ആളുകൾ നേരിടുന്ന ഡിഫിക്കൽട്ടീസ് എന്താണെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് എന്നാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് കണക്ട് വിത്ത് പീപ്പിൾ ആണ്. ഒരുപാട് ആളുകളുമായിട്ടുള്ള നമുക്കൊരു ഇന്ററാക്ട് ചെയ്യാനുള്ള സ്പേസ് ആണെന്ന് പറയുന്നത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന സ്റ്റുഡന്റിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ട് ഓൺലൈൻ ക്ലാസ് എന്ന് അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് പറയുന്നത് സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവ് റെപ്യൂട്ടേഷൻ. അതുപോലെ നിങ്ങൾക്കറിയാം അല്ലെ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ടീച്ചറും അല്ലാത്തൊരു ടീച്ചറും തമ്മിൽ എൻ്റർലി ഡിഫറൻസ് ഉണ്ട്. അവർ കിട്ടുന്ന കൺസിഡറേഷൻ തുടങ്ങിയുള്ള എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. ഇൻക്രീസ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടെത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ്, ആളുകൾ നമ്മളെ പറ്റി അറിയുന്നു, നമ്മൾ അവരെ പറ്റി അറിയുന്നു, അതുപോലെ നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടും. അതുപോലെ സ്കോപ്പ് എന്ത് ചെയ്യും, നമ്മുടെ ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും അത് ആ ഒരു സ്കോപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യും. അടുത്തതൊന്നാണ് ഇൻക്രീസ് സൈഡ് ഇൻകം. നമുക്കൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇതൊക്കെ ഒരു സൈഡ് ഇൻകം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പരിഗണിക്കാൻ പറ്റും. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ജോബ് ഉണ്ട്. അതിന് ഉപരിയായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, യൂട്യൂബ് പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് ഇൻക്രീസ് ഡിമാൻഡ്. നിങ്ങൾക്കുള്ള ഡിമാൻഡ്, സൊസൈറ്റിയിൽ നിങ്ങൾക്കുള്ള ഒരു ഡിമാൻഡ് എന്ത് ചെയ്യാണ്, കൂടുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആവശ്യക്കാരുണ്ടാവാണ്. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുവാനും അത് ആസ്വദിക്കുവാനും ഒരുപാട് ആളുകൾ ഉണ്ടാവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എന്താ പറയാ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കലിലൂടെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പല ആളുകൾക്കും ഇത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഉണ്ടെന്നും യൂട്യൂബേഴ്സ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടിയിട്ട് ഇവർക്ക് ഇതിലേക്ക് വരാൻ കഴിയുന്നില്ല. അതിന്റെ ഡിഫിക്കൽട്ടീസ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാമറ ഫിയർ ആണ്. എങ്ങനെ നമുക്ക് ഒരു ക്യാമറ ഫിയർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? ക്യാമറ ഫിയർ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. ക്യാമറയുടെ മുമ്പ് ചെയ്യില്ല, സംസാരിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ ഒരു മിററിന്റെ മുമ്പ് ചെയ്യില്ല, സംസാരിച്ചു തുടങ്ങുക. അതാണ് അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം തെറ്റുമോ എന്നുള്ള ഒരു പേടിയാണ്. അതായത് ഞാൻ എങ്ങനെ യൂട്യൂബ് തുടങ്ങിയെന്നുള്ള ജസ്റ്റ് പഠിക്കുന്നതിന്റെ കൂടെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഇപ്പൊ അതൊരു ശീലമായിട്ട് മാറ്റി. അടുത്തെന്ന് പറയുന്നത് നോ ടൈം, ടൈം ഇല്ല എന്നുള്ള ഒരു പരാതിയാണ്. നമ്മൾ ടൈം ഇല്ല എന്ന് പറയുന്നിടത്തോളം നമുക്കത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ മടിക്ക് പകരമായിട്ട് നമ്മൾ വേറൊരു ഭാഷയിൽ പറയുന്നത് ടൈം ഇല്ല എന്നത്. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഡെയിലി ഇതിനെ സ്പെൻഡ് ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ഇതന്നെ ഇനഫ് ആൻഡ് ഇനഫ്. അടുത്തെന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോളജ്. എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താ അറിയാത്തതിന്റെ അതെന്ന് പറയുന്നത് ഇന്ന് ഇഷ്ടം പോലെ സോഴ്സ് ഉണ്ട്. യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംമാതിരി എങ്ങനെ തുടങ്ങണം, എങ്ങനെയൊക്കെയാണ് അതിന്റെ മെയിനൻസ് കാര്യമുള്ള ഇഷ്ടംമാതിരി ചാനൽ നമ്മുടെ ഇന്ന് മലയാളത്തിൽ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് ഇത്തരം ഡിഫിക്കൽട്ടീസ് ആണ് മേജർ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു ജോബ് ആയിക്കോട്ടെ, നിങ്ങളൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, സി എന്ന് പറയുന്നത് നിങ്ങളൊരു സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു
ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ് കമ്പയർഡ് ടു അങ്ങനെ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ഒരിക്കലും ഇനി വൈകണ്ട, നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.